വയനാട്ടിലെ പനമരം ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ച് DCC ജനറൽ സെക്രട്ടറി OR രഘു അർഹതപ്പെട്ട സ്ഥാനം നിഷേധിച്ചതിനാലാണ് മത്സരത്തിനിറങ്ങിയതെന്ന് രഘു പറഞ്ഞു. കോൺഗ്രസ് നേതൃത്വവും IC ബാലകൃഷ്ണൻ MLAയും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചതായും OR രഘു ആരോപിച്ചു. പനമരം ബ്ലോക്ക് പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായ തർക്കങ്ങളെ തുടർന്നാണ് DCC ജനറൽ സെക്രട്ടറി കൂടിയായ OR രഘു നേരത്തെ KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും സംസ്ഥാന ഭാരവാഹിയായിരുന്നു. ലോ കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു. പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണ്. രഘുവിന് ജില്ലാ പഞ്ചായത്ത് സീറ്റ് ആവശ്യപ്പെട്ടെങ്കിലും അന്ന് DCC നേതൃത്വം നൽകിയില്ല. തുടർന്നാണ് ബ്ലോക്കിലേക്ക് മത്സരിച്ചത്. ഇപ്പോൾ എന്താണ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് എന്താ അവഗണനയാണ് നേരിട്ടത്? ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന സമയത്ത് പാർട്ടി എന്നെ തിരിഞ്ഞു നോക്കാതെയും എന്നെ ഒരു സഹായം ചെയ്ത് ബ്ലോക്ക് സ്ഥാനാർത്ഥികളെ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ അവിടെ കൂടെ എന്നെ എന്നെ കൂട്ടണ്ടെന്നുള്ള നിർദ്ദേശം കൊടുക്കുകയും എന്നെ തോൽപ്പിക്കാൻ വേണ്ടി IC ബാലകൃഷ്ണൻ അടക്കമുള്ളവർ ഇപ്പോൾ തുടങ്ങിയതല്ല, കുറേ ഒരു 10-15 വർഷമായി എന്നെ ഭയങ്കരമായിട്ട് എന്നെ പീഡിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വീട് നിൽക്കുന്ന മുള്ളൻകൊല്ലി പഞ്ചായത്ത് ST ഡിവിഷൻ ജനറലായിരുന്നു. അത് വ്യക്തമായി പറയാം, ST ജനറൽ ഡിവിഷനായിരുന്നു. ST ജനറൽ ഡിവിഷനാണ്. എന്നിട്ട് സീറ്റ് നിഷേധിച്ചു. എന്നെ സീറ്റ് നിഷേധിച്ചു. കാരണം എന്താണെന്നൊന്നും പറയുന്നില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയാണ്. ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ DCC ജനറൽ സെക്രട്ടറിയായ എന്നെ പരിഗണിക്കാതെ പ്രസിഡന്റ് സ്ഥാനം പങ്കിട്ടുകൊണ്ട് ദിലീപ് കുമാറും വർഗീസ് മുരിങ്ങാവനും പങ്കിട്ട് എഗ്രിമെൻ്റ് എഴുതി കൊടുത്തു, ഞങ്ങളെല്ലാവരും കൂടെ ഒപ്പിട്ടിട്ട്. അതിനുശേഷം സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് എന്നെ പരിഗണിച്ചില്ല. അതും 2.5 വർഷം അവർ പങ്കിടുകയാണ് ചെയ്തത്. ഞാൻ എന്തുകൊണ്ടാണ് എന്നോടുള്ള എനിക്കുള്ള അയോഗ്യത എന്നുള്ള കാര്യത്തിൽ പാർട്ടി നേതൃത്വം മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. പാർട്ടിക്ക് വേണ്ടി എൻ്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടവനാണ് ഞാൻ. കാലില്ല, 2 കാലും ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. എങ്ങനെയാണ്? പോലീസ് മർദ്ദനത്തിലാണ്. 2010 പോലീസ് മർദ്ദനത്തിൽ പോലീസ് ക്രൂരമായി ആക്രമിച്ചിട്ട് ഒരു കാലും ഇതായിട്ട് ഇപ്പോൾ 2 കാലിലും പ്രശ്നമാണ്. ഇത് ഓപ്പറേഷൻ ചെയ്യാൻ 4-5 ലക്ഷം രൂപയാണ്. ഞാൻ ഏഴഞ്ഞായി നടക്കുന്നത്. എന്നിട്ട് പോലും ഞാൻ ഒറ്റയ്ക്ക് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇലക്ഷൻ നേരിട്ടു. എനിക്ക് പനമരം ബ്ലോക്കിൽ കോൺഗ്രസിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് എനിക്ക് ജനങ്ങൾ തന്നത്. വയനാട്ടിലെ പട്ടികവർഗ മേഖലയിൽ നിന്നുള്ള ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ്, KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും സംസ്ഥാന ഭാരവാഹിയായിരുന്നയാൾ, അതുപോലെ ലോ കോളേജ് യൂണിയൻ ചെയർമാനായിരുന്ന അഡ്വക്കേറ്റായ ആദിവാസി മേഖലയിൽ നിന്നുള്ള ഒരു നേതാവാണ് കോൺഗ്രസിലെ അവഗണനയ്ക്കെതിരെ ഇത്രയും രൂക്ഷമായി പ്രതികരിക്കുന്നത്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.